കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചക്കാലത്തിനുള്ളിൽ മാത്രം 11 മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സർക്കാർ അവരെ തിരിച്ചു കരയിലെത്തിക്കുവാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം നിസ്സംഗതയുണ്ടായ ഒരു കാലവും ഉണ്ടായിട്ടില്ല. ഇവിടെ പറഞ്ഞതിനകത്തൊരു ചെറിയ തിരുത്തുള്ളത് 3 പേരല്ല, 4 പേര് ഇനിയും തിരിച്ചു വരാനുണ്ട്. ആ 4 പേരിൽ മുതലപ്പുഴയിൽ നിന്ന് പോയിട്ടുള്ള 26 വയസ്സുള്ള ഫ്രീമോൻ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി, ജോൺ സാമുവൽ മാത്യൂസ് എന്ന് പറയുന്ന 54 വയസ്സുള്ള വിഴിഞ്ഞത്ത് നിന്നുള്ള തൊഴിലാളി, അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് പുഷ്പാങ്കൻ എന്ന് പറയുന്ന തൊഴിലാളി 23-ാം തീയതി പോയതാണ്, ഇന്നുവരെ തിരിച്ചു വന്നിട്ടില്ല. 26 വയസ്സ് മാത്രമുള്ള നീണ്ടകരയിൽ നിന്നുള്ള ഗൗതം കൃഷ്ണ, ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതീവ ദയനീയമാണ്. കാരണം മുത്തച്ഛനും അച്ഛനും മകനും ഒന്നിച്ചാണ് അപകടത്തിൽപ്പെട്ട് 2 പേർ മരിച്ചു. 2 പേരുടെ ബോഡി കിട്ടി, ഒരാളുടെ ബോഡി കിട്ടിയിട്ടില്ല. ഇവിടെ എനിക്ക് ഫിഷറീസ് മന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങൾ തിരുവനന്തപുരത്തല്ലേ നിങ്ങളുടെ ആസ്ഥാന മന്ദിരം? നിങ്ങൾ ഈ മരിച്ചിട്ടുള്ളവരുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇതുപോലെ ഒന്ന് പോകാനുള്ള സാമാന്യ മനുഷ്യത്വം കാണിക്കുവാൻ കേരളത്തിന്റെ ഫിഷറീസ് മന്ത്രി തയ്യാറായിട്ടുണ്ടോ? 3 പേർ നഷ്ടപ്പെട്ടൊരു കുടുംബം വേദനിച്ചു നിൽക്കുമ്പോൾ ആ വീട്ടിൽ എന്ത് ചെയ്യുന്ന ആശ്വസിപ്പിക്കാൻ മന്ത്രി എവിടെയെങ്കിലും വെള്ളത്തിൽ തള്ളിയിട്ട് കൊണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഫിഷറീസ് മന്ത്രിയും ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. ഇതിനകത്ത് ഒരു ആലപ്പുഴയിൽ സ്വീകരണമായിരുന്നു, അദ്ദേഹത്തിന് മന്ത്രി എന്നുള്ള ലീഗിന്റെ സ്വീകരണം. ഞാൻ വിചാരിച്ചു ആലപ്പുഴയിൽ നിന്ന് 23-ാം തീയതി കടലിൽ പോയിട്ട് തിരിച്ചു വരാത്ത പുഷ്പാങ്കന്റെ വീട്ടിൽ ആ മന്ത്രി ഒന്ന് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ഇന്നലെ വൈകുന്നേരം ആ വീട്ടിൽ ചെന്നു, അദ്ദേഹം അതുവഴി പോലും ചെന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇതാണ് ഈ ഗവൺമെന്റ്. ഈ കേരളത്തിലെ ഏറ്റവും ദുർബല ജനവിഭാഗം തന്റെ ജീവിതത്തെക്കുറിച്ചോ ജീവനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ഈ നാടിനെ തീറ്റിപ്പോറ്റുവാൻ, അല്ലെങ്കിൽ ഈ നാടിനെ ജനതയെ രക്ഷിക്കുവാൻ പ്രളയത്തിന്റെ കാലഘട്ടങ്ങളിലെല്ലാം സർവവും അവര് മാറ്റിവെച്ചുകൊണ്ടാണ് ആ മുഖങ്ങളിലൊക്കെ ദുരന്ത മുഖങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ നിന്നുമെല്ലാം തൊഴിലാളികൾ പോയി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇതാണ് മത്സ്യത്തൊഴിലാളി. ആ മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നങ്ങളോട് എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? ഇപ്പോൾ കുറെ സൈബർ ഗുണ്ടകൾ ഇറങ്ങിയിട്ടുണ്ട്. സ്വന്തം അച്ഛൻ കടലിൽ പോയിട്ട് 8 ദിവസക്കാലമായി തിരിച്ചു വരാതെ ബോഡി ജലം പോലും കിട്ടാതെ വേദനിച്ചുകൊണ്ട് ആ വിഴിഞ്ഞത്തുള്ള വിധി എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞു പോയതിന് അതിനെ ആക്ഷേപിക്കുന്ന പണിയിലാണ് ഇവന്മാർ കുറെ എണ്ണം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മര്യാദക്ക് ഞങ്ങൾ പറഞ്ഞോളാം, ആ പണിയെ അവസാനിപ്പിച്ചോളണം. അല്ലെങ്കിൽ ഒരു മന്ത്രിയും യാത്ര ചെയ്യാൻ കഴിയാത്ത നിലയിലേക്കുള്ള മാർഗം ഞങ്ങൾക്കറിയാം, മത്സ്യത്തൊഴിലാളികൾക്കറിയാം. ഞങ്ങളത് കാണിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ ഫിഷറീസ് മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇന്ന് ആ പെൺകുട്ടിയെ ആക്രമിക്കുകയാണ്. സ്വന്തം പിതാവ് നഷ്ടപ്പെട്ടൊരു പെൺകുട്ടി, അവൾ വിദ്യാസമ്പന്നയായി പോയി. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചതാണ് ഇവിടുത്തെ രാജാക്കന്മാർക്ക് ഇഷ്ടപ്പെടാത്തത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പത്രക്കാർ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ വിഴിഞ്ഞത്ത് പോകുന്നുണ്ടോ, നിങ്ങൾ നീണ്ടകരയിൽ പോകുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു ആക്കുണ്ടല്ലോ, ഒരു മുഖഭാഗം. ആ മുഖഭാഗത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് കടപ്പുറത്താ. തന്റെ ഒരു മുഖ്യമന്ത്രി പോലും അറിയാമല്ലോ എങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരുത്തന്റെ കീഴിലാണ് ഈ മലയാളി ജീവിക്കേണ്ടി വരുന്നതെന്നുള്ളത് ഈ നാടിന് ആക്ഷേപമല്ലേ ഈ മുഖ്യമന്ത്രിയെ പോലെ? ആ മുഖ്യമന്ത്രി അത് മാത്രമല്ല, മറ്റൊരുത്തൻ ആരാ, സാക്ഷാൽ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കെ മുരളീധരൻ ആരോഗ്യമന്ത്രി. അയാൾ എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞത് മത്സ്യത്തൊഴിലാളി കടലിൽ പോയാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ കുറെ ദിവസം എടുക്കും. ഇവരൊക്കെ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണവന്മാരാണ്. ഇവരെയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ജനിച്ചു വീണവരാണ്. 8 മുതൽ പോലീസ് ഓഫീസർമാർ എടുത്തുകൊണ്ട് പോയിട്ടുള്ളവരാണ്, വളർത്തിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് പാവപ്പെട്ടവന്റെ വേദന വിഷമം മനസ്സിലാകത്തില്ല. അവരോടെല്ലാം ഞങ്ങൾ പറയാനുള്ളത്, ഈ അധികാരം എന്ന് പറഞ്ഞാൽ ഉള്ള കാലത്തേക്ക് മതിച്ചു തന്നിട്ടുള്ളതൊന്നുമല്ല, ഇതൊരു ഹ്രസ്വകാലത്തേക്കുള്ളതാണ്. പക്ഷേ ഏത് വിവരക്കേടും ഈ നാട് സഹിക്കുമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതാ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടറിഞ്ഞല്ലോ, 3 മാസം പോലും ആയില്ല. ഈ 3 മാസക്കാലത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ കാണുകയാണ്. നിങ്ങൾക്കറിയാമോ, തൊഴിലാളിക്ക് പണിക്ക് പോകാൻ കഴിയാത്ത സമയത്ത് കേരളത്തിലെ LDF ഗവൺമെന്റ്
വലിയ തുകയല്ല, ഒരു ദിവസക്കാലം 200 രൂപ പ്രകാരം 15 ദിവസക്കാലത്തെ കണക്കൂട്ടി 3000 രൂപ വീതം ഒരു തൊഴിലാളിക്ക് കുടുംബത്തിന് കൊടുക്കുമായിരുന്നു. 10 നയാ പൈസ ഇവർ കൊടുത്തോ? ഈ തൊഴിലാളികൾക്ക് വേണ്ടി ആ കൊടുക്കാനുള്ള തുക കൊടുക്കുവാൻ തയ്യാറായോ? എന്തിനേറെ പഞ്ഞമാസ കാശ് എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളിക്ക് ഒരു തുകയുണ്ട്, ആ തുക വിതരണം ചെയ്യുവാൻ തയ്യാറായില്ല. ഇതേക്കുറിച്ച് എവിടെയെങ്കിലും ഒരു ചർച്ചയുണ്ടോ? ആരെങ്കിലും വിളിച്ചു ചോദിക്കാറുണ്ടോ? 3-ാം തീയതി ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്കൊരു അറിയിപ്പ് വരുന്നു. മത്സ്യത്തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറി എന്ന നിലയിൽ അടിയന്തരമായി 4-ാം തീയതി ഒരു മീറ്റിംഗിൽ മന്ത്രി വിളിച്ചിരിക്കുന്നു. വളരെ സന്തോഷം തോന്നി. ഒരു ദിവസമേ ഉള്ളൂ, എങ്കിൽ പോലും ഞാൻ ടിക്കറ്റ് തക്കാലിലെടുത്തു അങ്ങോട്ടേക്ക് പോകാൻ. രാത്രിയായപ്പോ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ആ മീറ്റിംഗ് മാറ്റിവെച്ചു. നിങ്ങൾ ആലോചിച്ച്, ഈ ജനങ്ങൾ കടലിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ കുടുംബങ്ങളെല്ലാം അനാഥമായി നിൽക്കുമ്പോ മത്സ്യത്തൊഴിലാളി മേഖല ഏറ്റവും സംഘർഷപൂരിതമായി നിൽക്കുന്ന ഒരു വേളയിൽ ആ മീറ്റിംഗ് പോലും ഒന്ന് വിളിച്ചു കൂട്ടുവാനുള്ള സാമാന്യ മര്യാദ പോലും കാണിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ പലരും പറയുന്നത് മന്ത്രിയുടെ ഓഫീസിലൊക്കെ ഭയങ്കര ജനക്കൂട്ടം. എവിടെ കളമശ്ശേരി, അത് വിൽപ്പന ഒത്തിരി നടക്കുന്നുണ്ട്. വിൽപ്പന പലയിടത്തും പല മന്ത്രിമാരുടെയും MLA-മാരുടെയും പുറത്ത് നടക്കുന്നുണ്ട്. അവർ കൈകാര്യം ചെയ്ത വകുപ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് ഇവർ പ്രശ്നങ്ങളോടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കുകയാണ്, 2017 നവംബർ മാസം 29, 30 തീയതികളിലാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓഹി ദുരന്തമുണ്ടായത്. ആ ഓഹി ദുരന്തത്തിൽ 142 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പ്രിയമുള്ളവരെ, ആ കാലയളവിൽ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു, കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. ആ 142 കുടുംബങ്ങളുടെയും നാഥന്മാർ നഷ്ടപ്പെട്ടെങ്കിലും ആ കുടുംബങ്ങൾ അനാഥമാക്കിയില്ല, ആ കുടുംബങ്ങളെ സംരക്ഷിച്ചു. ഞാൻ ഓക്കെയാണ്, അത് ഞാൻ മത്സ്യത്തൊഴിലാളി ക്ഷേമത ബോർഡിന്റെ ചെയർമാനാ. ഞങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോ ഒരു കുഞ്ഞിന്റെ മരിച്ചുപോയ തൊഴിലാളിയുടെ കുടുംബത്തിൽ ആ കുട്ടിയുടെ വയസ്സ് വെറും 10 മാസമാണ്. 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, അവന്റെ പിതാവ് അടക്കം വെള്ളത്തിൽ പോയി മരിച്ചു, തിരിച്ചു വന്നിട്ടില്ല. കരഞ്ഞ് കലക്കുകയാണ്. എങ്ങനെ ചെയ്യണം? അന്നത്തെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞൊരു വലിയ പാക്കേജുകൾ തയ്യാറാക്കണം. നമുക്ക് ആളെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, പക്ഷെ ആ കുടുംബത്തെ നമുക്ക് സംരക്ഷിക്കണം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു. ചെയ്തത് മാത്രമല്ല, 2 കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 42 കുടുംബങ്ങൾക്ക്, വിധവകൾക്ക് മത്സ്യബെഡിന്റെ ഓഫീസിൽ, മത്സ്യബെഡിന്റെ സ്ഥാപനത്തിൽ തൊഴിൽ കൊടുക്കാൻ തയ്യാറായി. അതിനേക്കാൾ ഉപരി എന്താണ് നിങ്ങൾക്കറിയാമോ? ഈ 10 മാസമുള്ള കുഞ്ഞിന്റെ പ്രായം കണക്കെടുത്തുകൊണ്ട് 21 വയസ്സ് വരെ, എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ പഠന കാലഘട്ടം, ആ പഠന കാലഘട്ടത്തിന് വേണ്ടി വരുന്ന തുകയടക്കം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് അവർ 21 വയസ്സ് വരെ, 10 വർഷമാകാൻ പോവുകയാണ്, അവർ 21ാമത്തെ വയസ്സ് വരെ അവർ പഠിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാൻ കഴിയുന്ന നിലയിലേക്കുള്ള സംവിധാനങ്ങൾ അടക്കമുണ്ടാക്കി കരുതുപോയ ഒരു ഗവൺമെന്റ് ഈ കേരളത്തിന് മണ്ണിലുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവര് പൊതുവെ ചില സന്ദർഭങ്ങളിൽ അല്പം വികാരം പ്രകടിപ്പിക്കും. ഒരു ഭരണാധികാരികളും അതിന്റെ മുന്നേ അതുകൊണ്ട് അവരെ കാണാതിരുന്നിട്ടില്ല. അവരുടെ എപ്പോഴത്തെ വികാരത്തെ കുറിച്ചെല്ലാം അവർക്ക് അറിയാം. അവർ വളരെ നിസ്സഹായരാണ്, വളരെ നിസ്വാർത്ഥരാണ്. അവരുടെ മനസ്സിൽ മറ്റൊന്നുമില്ല. കടൽ പോലെയാണ് അവരുടെ മനസ്സ്. അത് ചില സമയത്ത് വളരെ ശാന്തമായി കിടക്കും. ചിലപ്പോൾ അല്പം രൗദ്രഭാവം ഉണ്ടാകും തിരമാലക്ക്. അതുപോലെയാണ് മത്സ്യത്തൊഴിലാളി. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല, പക്ഷെ പറയാതെ പോയാൽ കുറ്റവാദ ശരിയല്ലല്ലോ. ഞാൻ ഒരു കാര്യം മാത്രം ശ്രദ്ധപ്പെടുത്തുന്നു. നിങ്ങളെ മന്ത്രിയാക്കിയ സമയത്ത്, നിങ്ങളെ മന്ത്രിയാക്കിയതിനെതിരായി ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജനവിഭാഗം, അവരുടെ നേതാക്കന്മാർ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. അവർ പറഞ്ഞൊരു പ്രത്യേക വിഭാഗത്തിലാണ് മന്ത്രിയാകേണ്ടത്. അന്ന് ഞങ്ങൾ മത്സ്യത്തൊഴിലാളിയുടെ CIT മാത്രം പറഞ്ഞു, മതവും ജാതിയും നോക്കിയല്ല ഈ രാജ്യത്ത് മന്ത്രിമാരെ നിശ്ചയിക്കേണ്ടത്. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. ഞങ്ങളോട് പിന്തുണ കൊടുത്ത് ഞങ്ങൾ എന്ത് പറഞ്ഞു? മന്ത്രിയുടെ നയത്തെ അനുസരിച്ചിരിക്കും, ഗവൺമെന്റ് നയത്തെ അനുസരിച്ചാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളെ കാണുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചവരാണ്. ഒരൊറ്റയാളും പരസ്യമായി പറയാൻ തയ്യാറായില്ല. ഞങ്ങൾ പറഞ്ഞു, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളിൽ ക്രിസ്ത്യാനിയുണ്ട്, മുസൽമാനുണ്ട്, ഹൈന്ദവരുണ്ട്, ഒരു വള്ളത്തിൽ ഒന്നിച്ചു പഠിക്കു പോകുന്നവരാണ്. അതുകൊണ്ട് മന്ത്രിയുടെ മതമേതാണ്, മന്ത്രിയുടെ ജാതി ഏതാണെന്ന് നോക്കിക്കൊണ്ട് കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുവാൻ തയ്യാറായവരാണ് ഞങ്ങൾ.
നിർഭാഗ്യമെന്ന് പറയട്ടെ, പ്രിയപ്പെട്ട മന്ത്രി ശ്രീ ഗഫൂറെ, നിങ്ങൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ 100% പരാജയമാണ്, തികഞ്ഞ പരാജയമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര കഴിവുകെട്ട ഒരു ഫിഷറീസ് മന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇനി സമാധാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്, ആരും ധരിക്കേണ്ട. ഞങ്ങൾ ശക്തമായി പ്രതികരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ കേരളത്തിന്റെ എല്ലാ തീരത്തും ഞങ്ങൾ പ്രതിഷേധ സായാഹ്നങ്ങൾ സംഘടിപ്പിക്കുകയാണ്. 11 ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഈ കേരളത്തിൽ സുരക്ഷ പിടിക്കാൻ കഴിയണം. ഈ നാടിനെ തീറ്റപ്പെട്ടുന്നവരാണ്, ഈ നാടിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് നേടിക്കൊടുക്കുന്നവരാണ്. ജീവിതത്തിന് വേണ്ടിയാണ്, കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഈ കരകാണ കടലിലേക്ക് പോകുന്നത്. അവരൊരു സുരക്ഷിതത്വം കൊടുക്കട്ടെ. അവരൊരു അപകടമുണ്ടായാൽ സംരക്ഷിക്കുവാനുള്ള സംവിധാനമില്ലേ? എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? അതേതെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, പെരിഞ്ഞത്ത മുതൽപ്പടിയില അപകടമുണ്ടായി രക്ഷാപ്രവർത്തനത്തിന് ഒരു വൈകിയപ്പോ തിരക്കിയപ്പോൾ എന്താ അറിഞ്ഞെന്നറിയാമോ? സർക്കാരിന്റെ ഒരു ബോട്ട് അന്വേഷിക്കാൻ വേണ്ടി നോക്കുമ്പോ ആ ബോട്ടിനടിക്കാൻ ഡീസലില്ല. ബോട്ടിൽ ഡീസലില്ലെന്ന് പറഞ്ഞ് മണിക്കൂറാണ് താമസിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വന്തം അമ്മായിയപ്പനെ കാണാൻ ഒരു ഹെലികോപ്റ്ററിൽ പറന്നെത്തിയ മുഖ്യമന്ത്രി, നിങ്ങളുടെ അമ്മായിയപ്പന്റെ വില അതിന്റെ 1000 നൽകണ്ട ഈ പാവപ്പെട്ട തൊഴിലാളിക്ക്, അവന്റെ ജീവന്. ഇതിനെല്ലാം കാലം കണക്ക് പറയാതെ കടന്നു പോകില്ല എന്ന് മാത്രമാണ് അവരെല്ലാം ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സൂചന മാത്രമാണ് ഈ സൂചന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ അറിയിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ തെറ്റുതിരുത്തുവാൻ തയ്യാറാകണം. ഇനിയെങ്കിലും നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ തയ്യാറാകണം. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം അത് ഈ ഗവൺമെന്റ് ഏറ്റെടുക്കണം, ഈ ഗവൺമെന്റ് നിർവഹിക്കണം. അത് നിർവഹിക്കുന്നില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ഈ കേരളത്തിന് മുന്നിൽ അലയടിച്ചുയരുമെന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഇന്നലെ രാത്രി നമ്മൾ നിശ്ചയിച്ച, ഇന്ന് രാവിലെ ഈ സമരം നടത്തുവാൻ മുന്നോട്ട് വന്ന സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി കേരളത്തിലെ മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.